ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ട്രേ വൃത്തിയാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ട്രേ ആണ് ഉണ്ടാവുക, ബോട്ടം ട്രേയും ടോപ്പ് ട്രേയും. നമ്മുടെ ബോട്ടം ട്രേയിലാണ് നമ്മൾ വാട്ടറിങ് ചെയ്യാറുള്ളത്, ടോപ്പ് ട്രേയിൽ നമ്മുടെ മൈക്രോ ഗ്രീൻസ് വളരുന്നത്. അപ്പോൾ നമ്മളിത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ ആ കൊക്കോപീറ്റൊക്കെ വേറൊരു ചാക്കിലോട്ട് ഡംപ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ഈ ട്രേ കഴുകുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപാട് നല്ല വൃത്തിയിൽ വേണം നമ്മൾ ഈ ട്രേ ക്ലീൻ ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫംഗസ് മോൾഡ് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നെക്സ്റ്റ് ബാച്ച് ഹെൽത്തി മൈക്രോഗ്രീൻസ് വളരാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇതിൻ്റെ ഒരു റൂട്ട് സിസ്റ്റം കണ്ടോ, ഇതൊരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം പോലെയാണ് റൂട്ട്സ് ഒക്കെ അലൈൻഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പം നല്ല രസമാണ് കാണാൻ, നല്ല ഹെൽത്തി റൂട്ട്സ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഹെൽത്തി മൈക്രോഗ്രീൻസ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇത്രയും ട്രേസ് ആണ് വാഷ് ചെയ്യാനുള്ളത്. അപ്പം ഈ ട്രേസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ ഫുഡ് കഴിച്ച പാത്രം കാണുമ്പോൾ എനിക്ക് അത്ര ഹാപ്പിനെസ് വരാറില്ല. പക്ഷെ ഈ ട്രേസ് കാണുമ്പോൾ ഹാപ്പിനെസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അത്രയും പേർക്ക് മൈക്രോഗ്രീൻസ് എത്തിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ട്രേ വൃത്തിയാക്കുന്നത് നമ്മുടെ ഈ ട്രേയുടെ ആയുസ് കൂട്ടാൻ, അതായത് ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ക്വാളിറ്റി ആണ് ഹെൽത്തി ആയിട്ടുള്ള മൈക്രോഗ്രീൻസ് കിട്ടാനും വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഡിഷ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് ആണ് നമ്മളിത് വാഷ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ 1:1 എന്നുള്ള രീതിയിൽ നമ്മൾ ലെമൺ ആഡ് ചെയ്തിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ കുറച്ച് നേരം മുക്കി വയ്ക്കും. അതിനുശേഷം നമ്മൾ ട്രേ ഉണങ്ങിയതിന് ശേഷമാണ് കൊക്കോപീറ്റ് നിരത്തിയിട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ സീഡൊക്കെ വെതറിയിട്ട് നമ്മൾ ജെർമിനേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് വെക്കുന്നത്. ഇങ്ങനെ നമ്മൾ വളരെ ഹൈജീനിക്കോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ മൈക്രോഗ്രീൻസും വളർത്തിയെടുക്കുന്നത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.